ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാമേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയും കൂടി ശ്രുതിനെ പറഞ്ഞു വിട്ടു കേട്ടോ. നമ്മുടെ രേവതി നല്ലൊരു തട്ട് തന്നെയാണ് ശ്രുതിക്കിട്ട് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ശ്രുതി അതൊക്കെ കേട്ടുകൊണ്ട് അങ്ങ് പോയി. അതിനുശേഷം ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് സച്ചി രേവതിയും കൊണ്ടുവന്ന് കൊടുക്കാണ് കേട്ടോ. നമ്മുടെ രേവതി സച്ചിയും കഴിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ഞാനിപ്പോൾ കഴിക്കുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം മക്കളെ, എനിക്കിപ്പം വിശപ്പില്ല. അല്ല ആൻറ്റി, ശ്രുതി എന്ത് പറഞ്ഞു എന്ന് രേവതി ചോദിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ ചോദിച്ചു, ഏത് ശ്രുതി? അല്ല, അവൾ പറഞ്ഞായിരുന്നല്ലോ ആൻറ്റിയോട് സംസാരിച്ചു എന്ന്. അല്ല, ഇവിടെ ഒരു കെറ്റിലുമായിട്ടൊരു പെണ്ണ് വന്നില്ലേ, ആ പെണ്ണിന്റെ കാര്യവും ഞാൻ ചോദിച്ചത്. ഓ, മനസ്സിലായി മനസ്സിലായി, പേര് പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. സച്ചേട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യയാട്ടോ അവള്. ആ, അത് ഞങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് മനസ്സിലായി. ദേ, അന്ന് ഞങ്ങൾ ആദ്യയുടെ വീട്ടിൽ ഒരു ദിവസം വന്നില്ലേ, അത് ഈ പെണ്ണിനെ അന്വേഷിച്ച് പോയപ്പോഴാ വെറുതെ ഒരു സീൻ ഉണ്ടാക്കിയത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പം അവളുണ്ടായിരുന്നു. അല്ല, കണ്ടാ തന്നെ തോന്നില്ലേ, അവള് ഭയങ്കര കേടിയാ, അഹങ്കാരി അവള്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടാ ചുമ്മാതിരിക്കുക, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊക്കെ പറയാൻ കൊള്ളുമോ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്? അല്ല ആൻറ്റി ഭക്ഷണം കഴിക്കുക, സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയും, ആൻറ്റി കഴിക്കാൻ പറയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അല്ല നിങ്ങൾ പോകുന്നില്ലേ? ആ, ഞങ്ങൾ പൊക്കോളാം, ആൻറ്റി ഇപ്പം ഭക്ഷണം കഴിക്കുക, കുറച്ച് കഴിയട്ടെ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ആദിക്ക് ബോധം വീണത്. ആദ്യ പതുക്കെ എണീറ്റിട്ട് അമ്മമ്മേന്ന് വിളിക്കുക. അപ്പം ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ അമ്മമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതെ അമ്മമ്മ, എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അമ്മമ്മേ, ചുറ്റും ഇരുട്ടാ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അമ്മമ്മേ. അതെന്താ അമ്മമ്മ എനിക്ക് ഒന്നും കാണാൻ പറ്റാത്തത്? എനിക്ക് പേടിയാവുക. അതേ മോൻ കരയണ്ടാട്ടോ, മോൻ്റെ കണ്ണില് മുറിവില് ബാൻഡേജ് വെച്ചേക്കുക, അതുകൊണ്ടാട്ടോ മോൻ്റെ കണ്ണ് കാണാൻ പറ്റാത്തത്. പെട്ടെന്ന് തന്നെ ഇതഴിക്കും, അപ്പം നേരത്തെ പോലെ തന്നെ ഇത് കാണാൻ പറ്റും കേട്ടോ. അത് പിന്നെ അമ്മമ്മ, എനിക്ക് പേടിയാവുന്നു അമ്മമ്മ, കണ്ണ് കാണാത്തത് കൊണ്ട് മൊത്തം ഇരുട്ടാ. അപ്പൊ രേവതി പറഞ്ഞു, മോൻ പേടിക്കണ്ടാട്ടോ, ഞാനും സച്ചിയങ്ങളും ഒക്കെ ഉണ്ട് മോൻ്റെ കൂടെ. അയ്യോ, ഇത് രേവതി ആൻറ്റി അല്ലേ? അപ്പൊ എന്റെ ശബ്ദം കേട്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റൂലേ? ആ, അത് പിന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ല, സച്ചിയങ്ങളും ഉണ്ടല്ലേ? അപ്പൊ സച്ചി ചോദിച്ചു, അല്ല നിനക്ക് വേദനിക്കുന്നുണ്ടോ മോനെ? അത് പിന്നെ ഇല്ലെങ്കില്, പക്ഷെ ഈ ബാൻഡേജ് അഴിക്കണം, എനിക്ക് എൻ്റെ അമ്മമ്മയും നിങ്ങളെയൊക്കെ കാണണം. ഇതിരുന്നിട്ട് എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ലെന്നേ. അത് ഇപ്പം ബാൻഡേജ് ഇട്ടതല്ലേ ഉള്ളൂ, മുറിവൊക്കെ ഉണങ്ങിയിട്ട് ബാൻഡേജ് അഴിക്കത്തുള്ളൂ. അപ്പം മോനെ എല്ലാവരെയും കാണാനായിട്ട് സാധിക്കും, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കണ്ണ് കെട്ടി കളിക്കാറില്ലേ, അങ്ങനെ കളിക്കാൻ വേണ്ടി കണ്ണ് കെട്ടിയതാന്ന് കരുതിയാൽ മതി കേട്ടോ. ആ, അതെ, ഞാൻ കളിക്കാൻ വേണ്ടി കണ്ണ് കെട്ടിയതാന്ന് കരുതിക്കോളാം, അങ്കിള് പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് സച്ചി പറഞ്ഞു, അല്ല മോനെ, നീ എന്താ സംസാരിക്കാത്തെ? വേറെ ഒന്നുമില്ലമ്മേ, അല്ല വേറെ ഒന്നുമില്ല അങ്കിളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ നമ്മുടെ രേവതി ചോദിച്ചു, അല്ല മോന് കഴിക്കാനൊന്നും കൊടുക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്ക്, അത് പിന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് കൊടുക്കാൻ രേവതി എന്നിങ്ങനെ ശ്രുതിയുടെ അമ്മ പറയാണ്. അപ്പൊ വീണ്ടും ആ കുട്ടി പറയുക, നമുക്ക് കളിക്കാൻ പോകാം, എനിക്ക് കളിക്കാൻ പോകാൻ കൊതിയായി, നമുക്ക് വീട്ടിലേക്ക് പോയാലോ, എന്നിട്ട് ഞാൻ കളിക്കാൻ പൊക്കോളാം. ഡോക്ടർ വരട്ടെ, ചോദിച്ചിട്ട് നമുക്ക് പോകാം മോനെ എന്നിങ്ങനെ ശ്രുതിയുടെ അമ്മ വീണ്ടും പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നു, മൊത്തം ചെക്കപ്പ് ഒക്കെ ചെയ്യണം. എന്നിട്ട് ഡോക്ടർ, ഞാൻ ഡോക്ടർ അങ്കിളാണ് കേട്ടോ, മോന് ഇപ്പൊ വേദനയുണ്ട്? ഏയ് ഇല്ല ഡോക്ടർ അങ്കിളെ, വേദനയൊന്നുമില്ല. ഇനി റോഡിലിറങ്ങി കളിക്കുവോ? അതെ, ഞാൻ റോഡിലിറങ്ങി കളിച്ചില്ല, റോഡിൽ വീണ പന്ത് എടുക്കാൻ വേണ്ടി പോയതാ. അതെ, ഇനി മോനെ അങ്ങനെ പോകരുത് കേട്ടോ, ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു വേണം റോഡിലേക്കൊക്കെ ഇറങ്ങാന്. ശ്രദ്ധിക്കും, ഞാൻ ശ്രദ്ധിച്ചോളാം. ബാൻഡേജ് അഴിച്ചാല് എല്ലാവരെയും കാണാൻ പറ്റുന്ന ഇവര് സത്യം പറയുന്നതാണോ അതോ കള്ളം പറയുന്നതാണോ? എനിക്കൊരു സംശയം. ഏയ്, ഇവര് കള്ളം പറഞ്ഞൊന്നുമല്ല, മോൻ എല്ലാവരെയും കാണാനായിട്ട് സാധിക്കും കേട്ടോ. മോന് ഒരു പ്രശ്നവും ഇല്ല, മോന് ഉറപ്പായിട്ടും എല്ലാവരെയും കാണാനായിട്ട് സാധിക്കും. ഈ ഡോക്ടർ അങ്കിളല്ലേ പറയുന്നത്, ഡോക്ടർ അങ്കിളിന് വിശ്വാസമില്ലേ? പിന്നെ അമ്മൂമ്മ പറയുന്നത് അനുസരിക്കണം കേട്ടോ. അമ്മൂമ്മ തരുന്ന മെഡിസിനും ഭക്ഷണവും ഒക്കെ അതേപടി കഴിക്കണം. കഴിക്കാൻ ഡോക്ടർ അങ്കിൾ, ഞാൻ കഴിച്ചോളാം, എനിക്ക് കഴിക്കാൻ മടിയൊന്നുമില്ല. മോന് വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ എല്ലാം ഓക്കെ ആകും. ഞാൻ എഴുതി തരുന്ന മെഡിസിൻസ് എല്ലാം മോന് കൃത്യമായിട്ട് കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വന്ന് ഒന്ന് കാണണം. ഏതായാലും ഇന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്യുക. അപ്പൊ വീണ്ടും നമ്മുടെ ആദ്യം ചോദിക്കുക, അതെ ഡോക്ടർ അങ്കിൾ, ഈ ബാൻഡേജ് എന്നാ അഴിക്കുക? 2 ദിവസം വന്ന് 2 ദിവസം കഴിഞ്ഞ് വന്ന് നോക്ക്, അപ്പൊ നമുക്ക് അഴിക്കാം. കേട്ടോ? അപ്പൊ രേവതി ചോദിച്ചു, അല്ല ഡോക്ടറെ, ഏത് ഭക്ഷണം വേണേലും കൊടുക്കത്തില്ലേ? കൊടുക്കാന്നേ, ഏത് ഭക്ഷണം വേണേലും കൊടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ
ശ്രുതിയുടെ അമ്മയ്ക്ക് ഒരു ആശ്വാസമായത്. അപ്പോൾ സച്ചി പറഞ്ഞു, അതെ രേവതി നീ ഒരു കാര്യം ചെയ്യ്, മോന് ഭക്ഷണം കൊടുക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് വെളിയിൽ പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മ ആലോചിക്കുക, ഡിസ്ചാർജ് ചെയ്തെന്ന് ശ്രുതിയെ വിളിച്ച് പറയണം. അപ്പോൾ രേവതി ചോദിച്ചു, എന്ത് പറ്റി ആൻറ്റി, എന്താ ആലോചിച്ചത്? അതെ അത്യാവശ്യമായിട്ട് ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ മോനെ നോക്കിക്കോളാം, ആൻറ്റി പുറത്ത് പോക്കോ, ഫോണൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി, പതിയെ വന്നാൽ മതി, ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വന്നാൽ മതി, ഞാൻ മോനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രുതിയുടെ അമ്മ വെളിയിലേക്ക് പോയപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, അല്ല നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, ഞാൻ ഭക്ഷണം എടുത്ത് തട്ടെ മോനെ? ആ എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം എടുത്ത് താ ആൻറ്റി എന്നിങ്ങനെ പറയാണ്. ഏതായാലും ഈ സമയത്താണെങ്കിൽ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ അമ്മ വിളിക്കുകയാണ് കേട്ടോ ശ്രുതിനെ. അങ്ങനെ പറയുക, മോളെ ആദ്യനെ ഡിസ്ചാർജ് ചെയ്തു, 2 ദിവസം കഴിഞ്ഞാലേ ബാൻഡേജ് എടുക്കും, ഞാൻ അവനെയും കൂട്ടി നാട്ടിലേക്ക് പൊക്കോട്ടെ? അയ്യോ വേണ്ടമ്മേ, ബാൻഡേജ് അടിക്കാൻ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരണ്ടേ? ഈ അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ ബുദ്ധിമുട്ടാണ്, 2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ തന്നെ ഡിസ്ചാർജ് ആകാൻ പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, റൂമിന്റെ ക്യാഷ് ഞാൻ അടച്ചോളാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, ഞാൻ രാത്രി വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യാം. ഏയ് അതൊന്നും വേണ്ട കല്യാണി, ഞങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, അത് മതി, മോക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, അമ്മ അങ്ങനെ ചെയ്താലേ എനിക്ക് ബുദ്ധിമുട്ടാവുന്നത്, അമ്മ റിസപ്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞല്ലോ ഡിസ്ചാർജ് ആകണ്ട, ഞാൻ വൈകിട്ട് വരാം. അല്ല സച്ചി രേവതി അവിടെ നിന്ന് പോയോ? ഇല്ല മോളെ, സച്ചി രേവതി ഇവിടെ ഉണ്ട്, ഇപ്പൊ പോവുമായിരിക്കും, അവർ പോയതിനു ശേഷം അമ്മ എന്നെ വിളിക്കുക കേട്ടോ, അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാണ്. ഏതായാലും ഈ സമയം ഫോണൊക്കെ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ സച്ചി വരിക. സച്ചി വന്നിട്ട്, ആഹാ ആൻറ്റി ഇവിടെ നിൽക്കുകയാണോ, ഇത് എങ്ങോട്ട് പോകും ആൻറ്റി? അതെ ഡിസ്ചാർജ് ബില്ല് അടയ്ക്കാൻ വേണ്ടി പോവുകയാണോ? ബില്ല് ഞാൻ അടച്ചു. സച്ചി അതെന്ത് പരിപാടി കാണിച്ചത്, വേണ്ടായിരുന്നല്ലോ? അതൊന്നും കുഴപ്പമില്ല ആൻറ്റി, വലിയ ക്യാഷ് ഒന്നും ആയിട്ടില്ല, ചെറിയ ക്യാഷേ ആയിട്ടുള്ളൂ. അതെ ആൻറ്റി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സച്ചി നമ്മുടെ ശ്രുതിനെ അമ്മേനെ വിളിക്കുകയാണ് കേട്ടോ. ഇത് വലിയ കുഴപ്പത്തിലായി പോയല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ അമ്മ ഇരിക്കുക, കാരണം ഡിസ്ചാർജ് ചെയ്യണ്ടെന്ന് ഓർത്താണ് നമ്മുടെ ശ്രുതി അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഡിസ്ചാർജ് ബില്ല് അടയ്ക്ക് വരെ നമ്മുടെ സച്ചി ചെയ്തു. ഏതായാലും വല്ലാത്ത ഗുലുമാലായി പോയി കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ അമ്മയെ അകത്തേക്ക് കയറി വരും. ഈ സമയം നമ്മുടെ സച്ചി വന്നിട്ട് രേവതിയോട് പറഞ്ഞു, അതെ ഞാൻ ഡിസ്ചാർജ് ബില്ല് അടച്ചു രേവതി, അവരുടെ കയ്യിൽ ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ. അല്ല സച്ചേട്ട ഒരുപാടായോ? ഒരുപാടൊന്നും ആയിട്ടില്ല രേവതി, നമ്മളെ കൊണ്ട് ആകുന്ന ഒരു സഹായം, ഒരു ചെറിയ സഹായം, ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ റൂമിലേക്ക് വന്നു കേട്ടോ. റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതി പറഞ്ഞു, ഇതേ ആൻറ്റി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്നിട്ട്, ഞാൻ ബാഗൊക്കെ എടുക്കാൻ വേണ്ടി പോയതാ, അതെ ഒരു 2 ദിവസം കൂടി ഞങ്ങൾ ഇവിടെ കഴിയാം, ഇവന്റെ ബാൻഡേജ് അടിച്ചതിന് ശേഷം ഞങ്ങൾ പോയിക്കോളാം, ഇവിടെ ഞങ്ങൾക്ക് ഒരു റൂം കിട്ടുമല്ലോ. അല്ല ആൻറ്റി ആദ്യം ഡിസ്ചാർജ് ചെയ്തല്ലേ, പിന്നെ എന്തിനാ ഇവിടെ തങ്ങുന്നത്? നാട്ടിൽ പോയ ഉടനെ തന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടേ? അതിനേക്കാൾ നല്ലത് 2 ദിവസം ഇവിടെ തങ്ങുന്നതല്ലേ. മാത്രമല്ല ഇവനെയും കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള യാത്ര എന്ന് വെച്ചാലേ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാന്നേ, മോന് വയ്യല്ലോ. അയ്യോ ആൻറ്റി, ഇവിടെ കഴിയുന്ന ആൻറ്റീനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്, അവന് ചുറ്റും ഇരുട്ടല്ലേ, ഈ ഹോസ്പിറ്റലിലുള്ള ശബ്ദം മാത്രം അവൻ കേൾക്കുന്നത്, അത് അവന് പ്രശ്നമാകും. അവന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല, നേരെ വണ്ണം ഉറങ്ങാനോ ഒന്ന് ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല, ഒരു ചെറിയ പേടി ഇപ്പോഴും അവനുണ്ട്, അത് മാറില്ല, അത് കൂടുകയല്ലേ ചെയ്യുകയുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യം പറയുന്നുണ്ട്, അതെ നമുക്ക് പോകാം അമ്മമ്മ, എന്നാ പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ മുറി എടുത്ത് താമസിച്ചോളാം. നിങ്ങൾ ഇതിന് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നത്? ഞങ്ങളുടെ വീടില്ലേ ഇവിടെ അടുത്ത്, നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. അയ്യോ നിങ്ങളുടെ വീട്ടിലോ? എന്താ മോനെ ഈ പറയുന്നത്? അതിനിപ്പോ എന്താ, നിങ്ങൾക്ക് 2 ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്താ കുഴപ്പം? ബാൻഡേജ് അഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോയാൽ പോരെ? അത് പിന്നെ അതൊന്നും ശരിയാവില്ല മക്കളെ, അത് വേണ്ട, അതിന്റെ കാര്യമില്ല, അത് വലിയൊരു ബുദ്ധിമുട്ടാകും നിങ്ങൾക്കൊക്കെ. നിങ്ങളുടെ വലിയൊരു കുടുംബമല്ലേ, അവിടെ കുറെ പേരൊക്കെ ഇല്ലേ, അപ്പം അവർക്കൊക്കെ ഞങ്ങൾ വരുന്നത് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നൊന്നും ഇല്ല. ആൻറ്റി നിങ്ങൾ പുറത്തുനിന്നുള്ളവരൊന്നും അല്ലെന്നേ, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, നിങ്ങൾ അങ്ങനെയല്ല കണ്ടിരിക്കുന്നതല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏതായാലും 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, ഞാൻ പറഞ്ഞതല്ലേ. ബാഗൊക്കെ എടുക്ക്, ബാഗൊക്കെ നമുക്ക് കാറിനകത്ത് കൊണ്ടുവയ്ക്കാം. അയ്യോ മോനെ വേണ്ട, 2 ദിവസം അവിടെ താമസിക്കുന്നുണ്ട്, ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല, ഇനി എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ തന്നെ അത് പിന്നെയല്ലേ, അവിടെ ആകുമ്പോൾ ആദ്യക്ക് കൂട്ടിന് ഞങ്ങൾ കുറെ പേരില്ലേ, ഇവിടെ ഇപ്പം ആരാ ഉള്ളത്,
അപ്പൊ ആദ്യം 2 ദിവസം മറന്നു തന്നെ അങ്ങ് പോകും. 2 ദിവസം 1 മണിക്കൂർ പോലും ആവില്ല, അതുപോലെ അങ്ങ് പോകും. അല്ല, മോന് ഞങ്ങളുടെ വീട്ടിൽ വരാൻ ഇഷ്ടമല്ലേ? ആ, ഇഷ്ടമെങ്കിലേ ഞങ്ങള് അല്ല, എനിക്കിഷ്ടം വരാന്, ഞങ്ങൾ വരാട്ടോ എന്നിങ്ങനെ പറയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. വരുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സച്ചിയുടെ രേവതിയുടെയും ഇങ്ങനെ കർശനമായ നിർബന്ധം കൊണ്ട് നമ്മുടെ ശ്രുതിക്കല്ല, ശ്രുതിയുടെ അമ്മയ്ക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരികയാണ്. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിക്കാണ് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. മോനെയും അമ്മേനെയും അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ആ ഒരു വലിയ സന്തോഷമല്ല, സോറി, സങ്കടമാണ് കേട്ടോ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ റൂമിനകത്തിരുന്ന് ഇവരെ വിളിക്കുകയാണ്, ശ്രുതിയുടെ അമ്മേനെ വിളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വിളിക്കുകയാണ്. ഏതൊക്കെയാണെങ്കിലും സ്വന്തം കുഞ്ഞാണല്ലോ, ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടല്ലോ. അതായത് ഇവർ ഫോൺ എടുക്കുന്നില്ല, എന്ത് ചെയ്തിട്ടുണ്ടായാലും നമ്മുടെ ശ്രുതിയുടെ അമ്മ ഫോൺ എടുക്കുന്നില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത്. ശ്രുതി കയറി വരുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. അപ്പൊ ശ്രുതി ചോദിച്ചു, ഇത് എന്ത് പറ്റി ഈ ശ്രുതി, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത്? അപ്പൊ ഇതിനൊന്നും ആൻസർ ഒന്നും പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും നടക്കുകയാണ്. അപ്പൊ വീണ്ടും ശ്രുതി ചോദിച്ചു, എന്താ ശ്രുതി നിനക്ക് പറ്റിയത്? നീ എന്തിനാ ഇതിനുപോലെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താണെങ്കിലും നീ തുറന്ന് പറ. നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യമൊക്കെ പെടുന്നത്? ഓഹ്, എന്റെ പൊന്നു ശ്രുതി, ഒന്ന് മാറിപ്പോവോ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നീ ആ കെറ്റിൽ കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയില്ലേ, അതിനുശേഷം നീ വേറെ ഒരാളാ. നിനക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ തോന്നുക. ഏയ്, എനിക്കോ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ശ്രുതിയുടെ തോന്നലാ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നാലും നമ്മുടെ ശ്രുതിക്ക് ശ്വാസം പോലും നേരെ ചൊവ്വെ വിടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല, നിനക്ക് എന്തോ ഉണ്ട്, വാ, നീ ഭക്ഷണം കഴിക്കാൻ വാ, നീ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നിന്റെ ടെൻഷനൊക്കെ പോകും. ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാം ശ്രുതി, ഇപ്പൊ ശ്രുതി പൊക്കോ, ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ കഴിച്ചോളാം, എനിക്ക് ടെൻഷനൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാം. ശ്രുതിയാണെന്ന് മനസ്സോടെ ആട്ടോ പോകുന്നത്. ശ്രുതിക്ക് യാതൊരു വിശ്വാസവും ഇല്ല നമ്മുടെ ശ്രുതിനെ, എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി. ഈ സമയം ശ്രുതി ഇറങ്ങാൻ കാത്തിരുന്നു, വാതിൽ ടപ്പേ എന്ന് പറഞ്ഞ് അടച്ചിട്ട് വീണ്ടും കോൾ എടുത്തിട്ട് വിളിക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ. എന്നിട്ടും ശ്രുതിയുടെ അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. വീണ്ടും ടെൻഷൻ. ഇതേ സമയം നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഡൈനിങ് ടേബിൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം രവീന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പൊന്നി രവിയേട്ട, ഇതുവരെ പത്രം വായിച്ച് തീർന്നില്ല, ഇങ്ങോട്ട് വന്നേ, കുറേ നേരം ആയല്ലോ, വന്നേ, ഭക്ഷണം കഴിച്ചേ. രാവിലെ നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചില്ല ഇവിടെ ആരും. അവളാണെങ്കിൽ ഒന്നും വെച്ചുണ്ടാക്കാതെയല്ലേ പോയത്, അതുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രീകാന്തും നമ്മുടെ വർഷം വന്നപ്പോൾ, നിങ്ങൾ രണ്ടും കൂടെ വന്നേ, ഭക്ഷണം കഴിക്കാം, നിങ്ങളും നന്നായിട്ട് ഭക്ഷണം കഴിച്ചില്ലല്ലോ, നിങ്ങളും ഇതുവരെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമല്ലേ, നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചില്ലേ? എന്ത് ചെയ്യാനാ, അവൾ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഇരുന്ന ഭക്ഷണം ഉണ്ടാക്കണ്ടേ, സിറ്റി മുഴുവൻ കറങ്ങുന്നുണ്ടായിരിക്കും രണ്ടുപേരും. ഹോസ്പിറ്റലിലേക്കാ പോയതെങ്കിൽ വരാറായില്ലേ, എത്ര നേരമായി പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല രേവതിയും സച്ചിയും. എന്ത് ചെയ്യാനാ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര, അവര് ഹോസ്പിറ്റലിൽ തന്നെയാ പോയിരിക്കുന്നത്, നീ എന്തിനു ഇങ്ങനെ വെറുതെ സംശയിക്കുന്നത്? എന്തിനും ഏതിനും ഒരു സംശയം, അത് വേണ്ട കേട്ടോ ചന്ദ്ര എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ഇറങ്ങി വന്നു കേട്ടോ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, മക്കള് വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ ശ്രുതി, എനിക്ക് നന്നായിട്ട് വിശക്കുവാ, എന്റെ പൊന്നമ്മേ, ഭക്ഷണം എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ മാറ്റം കണ്ടിട്ട് ചന്ദ്ര ചോദിച്ചു, എന്ത് പറ്റി മോളെ, നിനക്കൊരു വയ്യായിക എന്തോ ഉണ്ടല്ലോ? ഒന്നുമില്ല ആന്റി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ഭക്ഷണം എടുക്കാം എന്ന് പറഞ്ഞ് ഭക്ഷണം വിളമ്പാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ രേവതി വന്നിങ്ങനെ നിൽക്കുന്നത്, എവിടെ, ഫ്രണ്ടില്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, വന്നോ, ഭക്ഷണം കഴിക്കേണ്ട സമയം നോക്കി വന്നതായിരിക്കും അല്ലേ? എന്നാ പിന്നെ അങ്ങ് വിളമ്പി എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, ഇവൾ ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ വരുന്നത്, അമ്മയും അവനും എവിടെയാ പോയെന്ന് ചോദിച്ചാൽ ഇവക്ക് അറിയായിരിക്കും, പക്ഷെ എങ്ങനെയാ ചോദിക്കുന്നത്? അപ്പൊ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എവിടേക്കാടി കറങ്ങിയത്, പാർക്കിലും ബീച്ചിലും ഒക്കെ പോയോ? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കുക, കൊച്ചി കയറി വന്നതല്ലേ ഉള്ളൂ. അല്ല മോളെ, ഡോക്ടർ എന്ത് പറഞ്ഞു? അല്ല, കുഴപ്പമൊന്നുമില്ല, സാധാരണ പനിയാന്ന് ഡോക്ടർ പറഞ്ഞു വെച്ചാ, മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. അല്ല, മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്, മോള് കയറി വന്നേ. ഇവൾ ഇങ്ങനെയൊക്കെ പറയൂല്ലോ. കെട്ടിയോൻ കാറിൽ നിന്ന് ഇറങ്ങി വരാൻ കാത്തു നിൽക്കല്ലേ, ഒരുമിച്ച് കൈ പിടിച്ച് വലതുകാല് വെച്ച് അകത്തേക്ക് കയറി വരാന്, കല്യാണം കഴിഞ്ഞ് വരുമല്ലേ? എന്തൊക്കെ കണ്ടാലേ എന്റെ പൊന്നു ഭഗവാനെ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ രേവതി, ആന്റി കയറി വാ എന്നും പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഒരു വരവ് വരുവാണ്. ശ്രുതി ഞെട്ടിപ്പോവാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ആ വാതിലിന്റെ സൈഡിൽ നിന്നൊരു വരവും ശ്രുതി ഇങ്ങനെ ഞെട്ടി മിണുങ്ങസ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വല്ലാത്തൊരവസ്ഥ. ചന്ദ്രയോ കണ്ണു മിഴിപ്പിച്ചിങ്ങനെ നോക്കുക. ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ വീട്ടിൽ ആരെയും കൊണ്ടുവരുന്നത്, അത് വേറെ കാര്യം.
ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ, ആഹാ ഇതാരാ വന്നിരിക്കുന്നത്? രേവതിയുടെ ആന്റിയല്ലേ ഇത്? ആ, ഞാൻ ഓർക്കുന്നുണ്ട്, കയറി വന്നേ, എന്താ അവിടെ നിന്ന് കളഞ്ഞത്, അകത്തേക്ക് കയറി വാ എന്നിങ്ങനെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുവാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, എന്റെ ദൈവമേ, രേവതി സത്യം അറിഞ്ഞിട്ടാണോ ഇനി കൂട്ടിക്കൊണ്ട് വന്നത്, എന്റെ ഈശ്വര എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, അല്ല എന്താ ആന്റി സുഖമായിട്ടിരിക്കുന്നു? അപ്പൊ ശ്രുതിക്കൊക്കെ അറിയാലോ. അപ്പൊ നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു, അല്ല ആന്റി മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ആ, വന്നിരുന്നു ദേ, അന്ന് ഞാൻ ശ്രുതി അന്വേഷിച്ച് പോയപ്പോൾ ഞാനും ആന്റിയുടെ വീട്ടിൽ പോയിരുന്നു, ഞാനും അന്ന് ആന്റീനെ കണ്ടിരുന്നു എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, ഇവക്ക് വേറെ ജോലിയൊന്നുമില്ലേ, റോഡിലൂടെ പോകുന്നവരെയൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുക, ഇവക്ക് എന്താ ഭ്രാന്തുണ്ടോ? അപ്പോഴത്തേക്കാണ് നമ്മുടെ ആദ്യം മോനെ തോളിലിട്ടുകൊണ്ട് സച്ചിയും കൂടെ കയറി വരുന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും ഒരു ചങ്കിടുപ്പോട് കൂടി നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് സച്ചിയുടെ രേവതിയുടെ ഉദ്ദേശിച്ചത് നമ്മുടെ ശ്രുതിക്ക് അറിയില്ലല്ലോ. ഈ സമയത്ത് നമ്മുടെ ആദിമോനെ കണ്ടതും പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഇതെന്താ പറ്റിയത്, കുട്ടിക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ മോനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബോൾ ഉരുണ്ട് പോയപ്പം ഒരു വണ്ടിയുടെ ഫ്രണ്ടിലേക്കാ മോൻ ചെന്ന് ചാടിയത്, ബോൾ എടുക്കാൻ പോയപ്പം അങ്ങനെ കുട്ടിയുടെ കണ്ണിന് ചെറിയൊരു പരിക്ക് പറ്റി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും സച്ചിയും കൂടി വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം ഇതൊക്കെയാണ് സംഭവിച്ചത്, അതുകൊണ്ട് കുട്ടിക്ക് 2 ദിവസം കഴിഞ്ഞ് ഇനി ഒന്നുകൂടെ പോയി ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ആണല്ലോ, അപ്പൊ അത് 2 ദിവസം ഇവിടെ നിർത്താന്ന് ഓർത്ത് ഇവരെ കൊണ്ടുവന്നു. അയ്യോ ചന്ദ്ര അങ്ങോട്ട് തുടങ്ങിയില്ലേ, നിന്നോട് ആരോടാ പറഞ്ഞ, കണ്ടവരെ എല്ലാം കൂടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാനായിട്ട്, ഇതെന്റെ വീടാ, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടതും എന്തോ പോലെ ആയിപ്പോയി ശ്രുതിയുടെ അമ്മയ്ക്ക്. അപ്പൊ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അയ്യോ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ കുഴപ്പമില്ല, ഞങ്ങൾ പൊക്കോളാം, ഞങ്ങളിവിടെ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചോളൂ 2 ദിവസം. സച്ചി, ഞങ്ങൾ പറഞ്ഞതല്ലായിരുന്നു ഞങ്ങൾ വരുന്നില്ലെന്ന്. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ആന്റി പൊക്കെ ഒന്ന്, ആന്റി വെറുതെ അമ്മ പറയുന്നത് കേട്ടിട്ട് ആന്റി മൈൻഡും ചെയ്യണ്ട, അല്ലെങ്കിലും ഇവരിങ്ങനെ പെരുമാറുള്ളൂ എന്ന് ഞങ്ങൾക്കറിയായിരുന്നു. ആന്റി വേറെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് പോകാൻ ആന്റിയോട് ആരാ പറഞ്ഞത്? ആന്റി പോകുമൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര, ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരണം നിൽക്കണം എന്നൊക്കെ എന്നോട് അനുവാദം ചോദിക്കണം, അല്ലാതെ കണ്ടവരെയൊക്കെ വിളിച്ചോണ്ട് വരാനേ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അയ്യോ അതിനിപ്പോൾ ആർക്ക് വേണം നിങ്ങളുടെ സമ്മതം, ആർക്കും നിങ്ങളുടെ സമ്മതമൊന്നും ആവശ്യമില്ല, ഇവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ നിൽക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ തറപ്പിച്ച് പറയുക. ശ്രുതി ഇതെല്ലാം കേട്ട് മിണുങ്ങസിയാന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ബാക്കി കഥ നമുക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയും പിന്നെ അലീനയുടെയും കഥയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.